അതിരൂക്ഷമായ കടലേറ്റം തടയാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉദുമ ഗ്രാമപഞ്ചായത്തിലെ തീരദേശവാസികൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ച് മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. അതിരൂക്ഷമായ കടലാക്രമണം മൂലം പൊറുതിമുട്ടിയ ഉദുമ ഗ്രാമപഞ്ചായത്തിലെ കാപ്പിൽ, കൊപ്പൽ, കൊവ്വൽ, ജന്മാക്കടപ്പുറം പ്രദേശവാസികളാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ കളക്ടറേറ്റ് മാർച്ച് നടത്തിയത്. മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലാണ് ഈ തീരപ്രദേശങ്ങളെ ഓരോ ദിവസവും കടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഭീകരമായ ഈ സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും മതിയായ സംരക്ഷണം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു സമരം. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത സമരം മണ്ഡലം MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് ആലോചിച്ച് ജില്ലയിൽ ഈ മൊത്തം കടലാക്രമണ പ്രദേശങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് അതിനാവശ്യമായ ഒരു DPR തയ്യാറാക്കി സർക്കാരിൽ സമർപ്പിച്ച് ഇതിനാവശ്യമായ പണം കണ്ടെത്തിയേ പറ്റും. അതിന് കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണം. സംസ്ഥാന ഗവൺമെൻറ് മാത്രമായിട്ട് ഇത്രയും ഭീമമായ സംഖ്യ ചെലവഴിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുന്നില്ല. അതുകൊണ്ട് കേരള ഗവൺമെൻറ് വഴി കേന്ദ്രത്തിൽ കൂടി കൊടുത്ത് നമുക്ക് ആവശ്യമായ പണം ഇക്കാര്യത്തിൽ ലഭ്യമാകാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. പെട്ടെന്നൊരു സംഭവം നടന്നാൽ ചിലപ്പോൾ നമ്മളിത് മതി, അത് ജിയോ ബാഗ് മതി. ജിയോ ബാഗ് ശാശ്വത പരിഹാരമല്ല. കഴിഞ്ഞ വർഷം തൃക്കണ്ണൻ അമ്പലത്തിന് മുമ്പിൽ ജിയോ ബാഗ് സ്ഥാപിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, എഞ്ചിനീയർമാർ പറഞ്ഞത്, ഇതൊരു കുഴപ്പമില്ല, ഇത് അങ്ങനെ നിൽക്കുന്ന, പക്ഷെ ഒറ്റ ആക്രമണത്തിൽ അത് പോയി. പിന്നെന്ത് കല്ലിടണം. നേരത്തെ പറഞ്ഞു KV കുഞ്ഞിരാമൻ്റെ കാലത്ത് നല്ല തോതിൽ കടൽ ഭിത്തി നിർമ്മാണം നടന്നിരുന്നു. ഇന്ന് മൊത്തത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കടൽ ഭിത്തിക്ക് വേണ്ടി വൻ തോതിൽ തുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചെലവഴിച്ചത് അത് മുഴുവൻ പോയി. ചടങ്ങിൽ തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അശോകൻ സിലോൺ അധ്യക്ഷനായി. മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പുഷ്പ ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK ജലീൽ, ശകുന്തള ഭാസ്കരൻ, ചന്ദ്രൻ നാലാംവാതുക്കൽ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ KV ഭക്തവത്സലൻ, PV രാജേന്ദ്രൻ, KV ശ്രീധരൻ വയലിൽ, K സന്തോഷ് കുമാർ, KV അപ്പു, B ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. രമേശൻ കൊപ്പൽ സ്വാഗതവും ഭാവനൻ കൊപ്പൽ നന്ദിയും പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ 2.5 കിലോമീറ്ററോളം വരുന്ന ഈ തീരപ്രദേശത്തെ 500 മീറ്ററോളം ഭാഗമാണ് തിരയെടുത്തത്. നൂറുകണക്കിന് കായ്ഫലമുള്ള തെങ്ങുകളും കടലെടുത്തു. ഈ വർഷം മാത്രം 10 മീറ്ററോളമാണ് കടൽ കരയിലേക്ക് കയറിയത്. വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കടൽ ഭിത്തിയും 2 വർഷം മുമ്പുണ്ടാക്കിയ 72 ലക്ഷം രൂപയുടെ 350 മീറ്റർ നീളമുള്ള ജിയോ ബാഗ് കടൽ ഭിത്തിയും ഇപ്പോൾ കടലിലാണുള്ളത്. ഈ മഴക്കാലത്ത് മാത്രം 50-ലധികം കായ്ക്കുന്ന തെങ്ങുകൾ തിരയടിച്ച് കടലിൽ വീണിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടേറെ പേരുടെ ഭൂമിയും ആദായങ്ങളും കടലെടുത്തിട്ടും അധികൃതർ തിരിഞ്ഞുപോലും നോക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കളക്ടറേറ്റ് മാർച്ച് നടത്തേണ്ടി വന്നതെന്നും തീരസംരക്ഷണ സമിതി ഭാരവാഹികൾ പറഞ്ഞു. ജനങ്ങൾ നികുതി വെക്കുന്നത് കടലിലാണ്. കടലിലുള്ള സ്ഥലത്തിനാണ് നികുതി വെക്കുന്നത്. 6 പേര് കാറ്റാടി മരങ്ങളും അതുപോലെ 12 പേര് തെങ്ങുകളും 2 തവണ പഞ്ചായത്ത് നിർമ്മിച്ച റോഡുകളും തകർത്ത് ഇപ്പോൾ വീടിന് അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിലാണ് കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾ സമര രംഗത്ത് ഇറങ്ങിയത്. കളക്ടറേറ്റ് വിക്കറ്റിംഗ് സമരം നടത്തിയത്. ഞങ്ങളെ ഇനി സമരത്തിലേക്ക് വലിച്ചിഴക്കാതെ അടിയന്തരമായി ഇതിനൊരു പരിഹാരം ബന്ധപ്പെട്ട അധികാരികൾ ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ അഭ്യർത്ഥന കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും സമരരംഗത്ത് ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കാരണം എണിച്ചു നടക്കാൻ പറ്റാത്ത അമ്മമാർ മുതൽ ചെറിയ കുട്ടികൾ മുതൽ ഈ പ്രദേശത്തെ ആവാലവൃദ്ധ ജനങ്ങളും ഈ കടൽ ഭിത്തിക്ക് വേണ്ടിയിട്ട് സമരത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ അധികാരികൾ ഈ കടൽ ഭിത്തി എന്ന ഞങ്ങളെ പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം നടത്താൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. ഈ തീരദേശവാസികൾ വർഷങ്ങളായി ഇപ്പോൾ കടലിന് നികുതി അടക്കുകയാണെന്നും ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലേക്കടക്കം സമരം വ്യാപിപ്പിക്കേണ്ടി വരുമെന്നും തീരസംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.